ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുമ്പളങ്ങ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. വളരെ ഈസിയായി ഈ കുമ്പളങ്ങ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മളിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ ഈ കുമ്പളങ്ങ പുളിശ്ശേരിക്കായി ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ പീസായി അരിഞ്ഞത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് 10-15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട്. കുറച്ചുകൂടെ വേകുന്നതിനായി ഒന്നുകൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 മുറി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 അല്ലി ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, 2 കറിവേപ്പില. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ച അരപ്പിൻ്റെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ അരപ്പെല്ലാം നന്നായി ചെറുതായി തിള വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുവാൻ. അപ്പോൾ അരപ്പിലൊക്കെ ചെറുതായി തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് തൈര് മിക്സിയിൽ അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈര് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് തിളച്ച് പോകാൻ പാടില്ല. ചെറിയ തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് താളിച്ചിടുക. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായി തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ചെറുതായി തിള വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് താളിച്ചിടുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തതിന് ശേഷം 3-4 ചെറിയുള്ളി അരിഞ്ഞതും, വേപ്പില, 2-3 വറ്റൽമുളക് ഇവയെല്ലാം കൂടിയിട്ട് നന്നായി താളിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ കുമ്പളങ്ങ പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക. തുടർന്ന് ഞങ്ങളുടെ വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.